UDF കൺവീനറെ തള്ളുന്ന നിലപാടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറയുന്നത്. ലീഗിന്റെ നിലപാട് അതാണ്. UDF-ൽ നിലവിൽ ചർച്ച ചെയ്തിട്ടില്ല PM ശ്രീ വിഷയമെന്നത് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. മറിച്ചുള്ള വാർത്തകൾ തെറ്റാണ്. വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമാണ് അടൂർ പ്രകാശ് എന്നതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മാത്രമല്ല സായികുമാർ വഹാബിന് അബ്ദുൽ വഹാബ് MP ക്ക് ലഭിച്ച മറുപടിയെക്കുറിച്ചുള്ള ചോദ്യം PM ശ്രീയുമായി മുന്നോട്ടാണോ എന്ന കൃത്യമായ ചോദ്യം, ഇതിനൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. തീർച്ചയായും വിനീത, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി, അതായത് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ക്ലാരിറ്റി വരുത്തുന്നത് ലീഗ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചില്ല. അതായത് UDF യോഗത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. പക്ഷെ അതിനേക്കാൾ ഒക്കെ രാജ്യസഭയിലടക്കം ഇപ്പോൾ നൽകിയിട്ടുള്ള അബ്ദുൽ വഹാബ് MP ക്ക് കിട്ടിയ മറുപടിയിലൊന്നും അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നുമില്ല. ലീഗിന് അതൃപ്തിയുണ്ട് എന്ന വാർത്ത, അങ്ങനെ ഒരു വാർത്തയില്ല, അങ്ങനെ ഒരു വാർത്ത തെറ്റാണ് എന്ന ഒരു മറുപടിയിൽ ഇതിന്റെ വിശദീകരണം ഒതുക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നത്. ഇന്നലെ UDF യോഗത്തിൽ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF യോഗത്തിൽ ലീഗ് ഒരു അഭിപ്രായം പറയുന്നു, മറ്റൊരു പാർട്ടി മറ്റഭിപ്രായം പറയുന്നു, അവസാനം അത് തുടരാമെന്ന തീരുമാനം. അങ്ങനെ വരുന്ന വാർത്തകൾ തെറ്റാണ്. UDF യോഗത്തിൽ അങ്ങനെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന വിശദീകരണത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുക്കുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് മുൻ LDF സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സ്കൂളുകളിൽ അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ലീഗിന്റെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കും എന്നുകൂടി PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ അടൂർ പ്രകാശ് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം, അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ യഥാർത്ഥത്തിൽ തള്ളുക കൂടിയാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നത്. ലീഗിന് അതൃപ്തിയുണ്ട് എന്ന ഒരു വാർത്ത അദ്ദേഹം അങ്ങനെയല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് വിനീത. ശരി, ഇതിലിപ്പോൾ കൃത്യമായി തന്നെ അടൂർ പ്രകാശ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അതായത് UDF യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനമാണ്. അതിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി UDF കൺവീനർ തന്നെ പറഞ്ഞ മറുപടി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും UDF-ൽ PM ശ്രീ ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടി കൃത്യമായ നിലപാടായി പറയുകയും ചെയ്യുന്നത്. ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം മുഖ്യമന്ത്രിയായാലും ലീഗായാലും നിലപാട് വ്യക്തമാക്കാം എന്നതാണ്. അപ്പോൾ UDF കൺവീനറെ തള്ളുന്ന നിലപാടെടുക്കുന്നു ലീഗ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് എന്താണ് അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് എന്ന് ഒന്നുകൂടി കേൾക്കാം. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വം.